കർത്താവിൽ ആശ്രയം വെച്ച് ശരണം വെച്ച് അവൻ മതിയായവനാണ് എന്നെ രക്ഷിക്കാൻ എന്ന ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ നാം രക്ഷപ്പെട്ടു. നമ്മുടെ ഏത് ആകുലതയ്ക്കും പരിഹാരം ലഭിച്ചു എന്ന് ഞാൻ പറയും. നീ അവനെ പൂർണ്ണ ഹൃദയത്തോടെ അവനെ സമീപിക്കുക. നിന്റെ അലച്ചിലുകൾ അവനെ ഏൽപ്പിക്കുക. പിന്നെ നീ സ്വസ്ഥമായിരുന്നാൽ മതി. ബാക്കി കാര്യം അവൻ നോക്കും. 100% ഉറപ്പ്. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദം നൽകും. ഞാൻ നിങ്ങളുമായി എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ തൃശ്ശൂർ ശക്തനിൽ പുന്നത്തറയുടെ ധ്യാനത്തിന് പോയപ്പോൾ 5 പവൻ്റെ മാല നഷ്ടപ്പെട്ടു. എന്നെ പലരും പല തരത്തിൽ കളിയാക്കി. ഞാൻ ശാരീരികമായും മാനസികമായും തളർന്നു. പിന്നെ ഞാൻ ഉണർന്നു, എൻ്റെ ദൈവത്തിലേക്ക് നോക്കി. അവന് അസാധ്യമായി ഒന്നുമില്ല. ഞാൻ അവനുമായി സംസാരിച്ചു, കരഞ്ഞു. നിന്നെ കേൾക്കാൻ വന്നിട്ടല്ലേ എൻ്റെ മാല പോയത്? എന്നെ കളിയാക്കുന്നവരുടെ മുമ്പിൽ 6 മാസത്തിനുള്ളിൽ നിന്റെ ശക്തി കാണിച്ചു കൊടുക്കണം എന്ന് വാശി പിടിച്ച് ഒരു അപ്പനോട് പറയുന്ന പോലെ അവൻ്റെ കരത്തിൽ പിടിച്ചു കരഞ്ഞു. ജപമാല ചൊല്ലി സ്തുതിച്ചു, ബൈബിൾ വായിച്ചു. ദിവസങ്ങൾ നീങ്ങി. 6 മാസത്തിനുള്ളിൽ എൻ്റെ ഭർത്താവിനെ സൗദിയിൽ ഡ്രൈവറായിരുന്നു. വണ്ടി അപകടത്തിൽ കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നു. അത് കിട്ടില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ഈ കർത്താവ് 5 ലക്ഷം രൂപ കമ്പനിയിൽ നിന്നും ഞങ്ങൾക്ക് വാങ്ങി തന്നു. അപ്പോൾ മാസം 6 മാസമായിട്ടില്ല. ഞാൻ ഇത് പറയുന്നത് നിരാശയിൽ കഴിയുന്നവർക്ക് വേണ്ടിയാണ്. എൻ്റെ ഈ അനുഭവം പറഞ്ഞത്. ശക്തിയാർജിക്കുക, കണ്ണീർ തുടയ്ക്കുക. കർത്താവ് നല്ലവനാണ്. കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. അവനിൽ ആശ്രയിക്കുക. ആമേൻ.